പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ അമിത്ഷാ എന്തിനാണ് പേടിക്കുന്നത്? പ്രതിപക്ഷത്തിന്റെ ഈ ചോദ്യത്തിന് ഉത്തരമില്ല. കഴിഞ്ഞ മാസം 20-ന് വർഷകാല സമ്മേളനം തുടങ്ങിയ ശേഷം ഒരിക്കൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ പാർലമെന്റിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. CJP സമരത്തെ അടിച്ചമർത്തിയതിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഈ ആവശ്യം ഉന്നയിച്ചുള്ള ബഹളത്തിൽ തുടർച്ചയായി പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുകയുമാണ്. എന്നിട്ടും BJPക്ക് കുലുക്കമില്ല. അമിത്ഷാ പ്രസ്താവന നടത്തേണ്ടതില്ലെന്ന ഉറച്ച നിലപാടിലാണ് BJPയും കേന്ദ്ര സർക്കാരും. ഇന്ന് രാവിലെ സഭ ചേരുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷം പാർലമെന്റിനെ ഇളക്കി മറിക്കുന്നതാണ് കണ്ടത്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ MP-മാർ പാർലമെന്റ് കവാടത്തിലേക്ക് നടത്തിയ മാർച്ച് BJPയെ ശരിക്കും അമ്പരപ്പിച്ചു. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഒത്തുകൂടിയ അംഗങ്ങൾ മഗർ കവാടത്തിലേക്കാണ് മാർച്ച് നടത്തിയത്. ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യമാണ് ഈ പ്രതിഷേധത്തിലൂടെ കണ്ടതെന്ന് വേണം പറയാൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധി MP-യുമാണ് പ്രതിഷേധ മാർച്ച് മുന്നിൽ നിന്ന് നയിച്ചത്. അമിത്ഷാ സഭയിൽ വരൂ, മറുപടി തരൂ എന്ന മുദ്രാവാക്യമാണ് പ്രതിപക്ഷം ഈ പ്രതിഷേധത്തിൽ ഉയർത്തിയത്. ഒപ്പം അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ 7 വർഷം മുൻപ് ഇതേ ദിവസം മോദി സർക്കാർ നടപ്പാക്കിയ ഒരു തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യവും പ്രതിഷേധത്തിൽ ഉയർന്നു. 2019 ഓഗസ്റ്റ് 5-നാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞും സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചുമുള്ള ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയത്. അതിനുശേഷം തുടർച്ചയായി കശ്മീരിന് സംസ്ഥാന പദവി നൽകണമെന്ന ആവശ്യം ശക്തമായി പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. എന്നാൽ അക്കാര്യത്തിൽ ഇതുവരെ ഒരു അനുകൂല തീരുമാനം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇക്കാര്യവും ഉന്നയിച്ചായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഇന്നത്തെ പാർലമെന്റ് മാർച്ച് എന്നത് ശ്രദ്ധേയമാണ്. ഈ മാർച്ചിന്റെ ചൂടിലാണ് സഭയിലേക്ക് പ്രതിപക്ഷം എത്തിയതും. അത് അവിടെയും കണ്ടു. ലോക്സഭ ചേർന്ന നിമിഷങ്ങൾക്കകം ബഹളത്തെ തുടർന്ന് സ്പീക്കർക്ക് സഭ നിർത്തിവെച്ച് മടങ്ങേണ്ടി വന്നു. അമിത്ഷാ സഭയിലെത്തണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം. എന്തുകൊണ്ട് അമിത്ഷാ മുങ്ങി നടക്കുന്നു എന്ന ചോദ്യമാണ് പ്രസക്തം. അമിത്ഷായ്ക്ക് പേടിയാണ് എന്നായിരുന്നു കഴിഞ്ഞയാഴ്ച രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആഞ്ഞടിച്ചത്. അന്നത് വലിയ വിവാദമായി മാറുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെ കേട്ടാൽ പാർലമെന്റിലേക്ക് താൻ ഓടിവരുമെന്ന പ്രതീക്ഷ പ്രതിപക്ഷത്തിന് വേണ്ടെന്ന് പറയാതെ പറയുകയാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി. ഈ സമ്മേളന കാലത്ത് പാർലമെന്റിന്റെ സുഗമമായ പ്രവർത്തനം BJPയും ആഗ്രഹിക്കുന്നില്ലേ എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. സഭ തുടർച്ചയായി തടസ്സപ്പെടുന്നത് നിർണായകമായ പല ബില്ലുകളും പാസാക്കാനിരുന്ന കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. FCRA ഭേദഗതി ബിൽ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇന്ന് ലോക്സഭയിൽ നടന്ന ബഹളത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. माननीय सदस्यगण, मैं आपसे आग्रह करता हूं कि प्रश्नकाल महत्वपूर्ण होता है और सभी सदस्यों को इसमें अवसर मिलना चाहिए। और आप से मेरा आग्रह है, प्रश्नकाल चलाने में सहयोग करें। प्रश्नकाल के बाद जो भी मुद्दे हैं, विषय, उस पर मैं आपसे चर्चा करूंगा। सदन के बाहर या सदन के अंदर नारेबाजी करना लोकतंत्र के लिए उचित नहीं है। संसद चर्चा संवाद के लिए, आपके विचारों की अभिव्यक्ति के लिए आप आओ, विचार व्यक्त करो। प्रश्नकाल में महत्वपूर्ण प्रश्न पूछो। महत्वपूर्ण विभाग, रेल के, इलेक्ट्रॉनिक्स के, कई विभागों के महत्वपूर्ण प्रश्न हैं। कई माननीय सदस्य मुझे सदन में आकर मिले हैं कि हमारे महत्वपूर्ण प्रश्न लगे हैं, हमें प्रश्न पूछने दिया जाए। और आप नियोजित तरीके से पोस्टरबाजी कर प्रदर्शन कर सदन की गरिमा को बढ़ाना चाहते हैं। आप लोकतांत्रिक तरीके से चर्चा करें। सदन की कार्रवाई आज 2 बजे तक के लिए स्थगित की जाती है।